നമസ്കാരം. നമ്മളൊരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് വാറണ്ടിനെ കുറിച്ചിട്ട് അന്വേഷിക്കുമെങ്കിലും വാറണ്ടിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്ന ആൾക്കാർ പൊതുവെ കുറവായിരിക്കും അല്ലേ? ഈ വണ്ടികളുടെ ഓരോ പാർട്സിനും വ്യത്യസ്ത വാറണ്ടിയാണ്. അത് നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഷോറൂമിലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരത് നമുക്ക് പറഞ്ഞു തരും. പക്ഷെ എന്നിട്ടും നമ്മളത് പലരും ചോദിക്കാറില്ല. ഏത്തറിൻ്റെ ഒരു കസ്റ്റമർ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പാവം, ഈ വാറണ്ടിയുടെ പേരിൽ പെട്ടുപോയ ഒരാളാണ്. 3 വർഷം മാത്രമാണ് വണ്ടി ഉപയോഗിച്ചത്. പക്ഷേ ഇപ്പൊ വണ്ടി നന്നാക്കാൻ വേണ്ടത് ഏകദേശം 25,000 രൂപയോളമാണ്. വാറണ്ടി തീർന്നു പോയതാണ്. ഏത്തറിന്റെ ബാറ്ററിക്ക് മാത്രമാണ് അവർ ശരിക്കും കൂടുതൽ വാറണ്ടി നൽകുന്നത്. ഏത്തറിന്റെ മാത്രമല്ല കേട്ടോ, ഒരുവിധമല്ല, എല്ലാ വണ്ടികളുടെയും ബാറ്ററിക്ക് തന്നെയാണ് അവർ കൂടുതൽ വാറണ്ടി നൽകുന്നത്. ബാക്കി എല്ലാത്തിനും 30,000 കിലോമീറ്റർ മാത്രമാണ് വാറണ്ടി, അല്ലെങ്കിൽ 3 വർഷം, ഏതാണോ ആദ്യം വരുന്നത് അത്. പക്ഷെ ബെൽറ്റിന് മാത്രം 20,000 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. കൂടുതൽ പേർക്കും അതിനെപ്പറ്റി അറിയാമെങ്കിലും പലരും വിചാരിച്ചിരിക്കുന്നത് 8 വർഷം വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് മൊത്തമായും 8 വർഷം വാറണ്ടി കിട്ടുമെന്നാണ്. ഈ 30,000 കിലോമീറ്റർ വാറണ്ടി എന്ന് പറയുകയാണെങ്കിൽ എത്ര കുറവാണല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു 50 കിലോമീറ്റർ ആവറേജ് ഒരു ദിവസം ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 2 വർഷം ഒന്നും വേണ്ട, 20 മാസം കൊണ്ട് തന്നെ ഏകദേശം 30,000 കിലോമീറ്റർ കവറാവും. എന്തായാലും നമുക്ക് ഏത്തർ കസ്റ്റമറിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. വിഗേഷ് ബ്രോ, നമസ്കാരം. നമസ്കാരം. എന്തെല്ലാം? സുഖം. ഇത് എവിടെ കറക്റ്റ് സ്ഥലം എവിടെയാണ്? സ്ഥലം വടകരയാണ് വരുന്നത്. ഇത് ഏതാ മോഡല്? ഇത് ജനറേഷൻ 2 ആണ് ഇത് വണ്ടി. ഏകദേശം 3 വർഷം കഴിഞ്ഞു ഈ വണ്ടി. 3 വർഷമായി വണ്ടി എടുത്തിട്ട്? 3 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ മെയ് മാസം അതിന് 3 വർഷം കഴിഞ്ഞു. ഏകദേശം 45,000 മുകളിൽ വണ്ടി ഓടി. 45,000 കിലോമീറ്ററിന് മുകളിൽ ഓടി. അപ്പൊ എനിക്ക് തോന്നുന്നു വാറണ്ടി പീരീഡ് ഒക്കെ കഴിഞ്ഞു. വാറണ്ടി കഴിഞ്ഞു. പിന്നെ ഒരു തവണ അതിന്റെ ഇത് മാറ്റിയിട്ടുണ്ട്. ബാറ്ററി തുടക്കത്തിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു വണ്ടിക്ക്. ഒരു 2-2.5 വർഷം ആയപ്പോഴേക്കും വണ്ടിയുടെ റേഞ്ച് കുറഞ്ഞപ്പോൾ അതിന്റെ ബാറ്ററി അവർ റീപ്ലേസ് ചെയ്തു തന്നു. റീപ്ലേസ്മെന്റ് ഒക്കെ നല്ല കുഴപ്പമില്ലായിരുന്നു. 2 ആഴ്ചക്കുള്ളിൽ തന്നെ അവർ എല്ലാം ചെയ്തു തന്നു. അപ്പോൾ നിങ്ങൾ ഈ 3 വർഷം കൊണ്ടുള്ള നിങ്ങളുടെ കുറച്ച് അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? കാരണം ഒന്നാമത് ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞ വണ്ടിയാണല്ലോ. അപ്പം സാധാരണ ഇപ്പം ആൾക്കാർ ഇപ്പം കഴിഞ്ഞ ഒരു 1-2 വർഷമൊക്കെ ആയിട്ട് വണ്ടി എടുത്ത് കൂടുതൽ വണ്ടികൾ എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ വാറണ്ടി പീരീഡ് കഴിഞ്ഞ വണ്ടികൾ എനിക്ക് തോന്നുന്നത് കുറവായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങളും അങ്ങനെയുള്ള മൊത്തത്തിലൊരു അനുഭവങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഏകദേശം ഒരു വണ്ടിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടും അല്ലേ? ഇപ്പം നിലവിൽ ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടിയുടെ ചാർജിങ് കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ചാർജിങ് കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഞാൻ അവരെ വിളിച്ചു. അഡ്വൈസറെ വിളിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നമുക്ക് ചാർജർ ഒന്ന് കൊണ്ടുവന്ന് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനെന്നാ കരുതുന്നാലും ഒന്ന് വീട്ടിൽ നിന്ന് ചാർജ് ആവുന്നില്ലല്ലോ, ഒന്ന് നമ്മൾ ഗ്രിഡിൽ പോയിട്ട് ഒന്ന് ചാർജ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഗ്രിഡിൽ നിന്ന് അത് ചാർജ് ആവുന്നില്ല. അങ്ങനെ ഞാൻ അവരെ വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ വണ്ടിക്ക് എന്ത് കുഴപ്പമായിരിക്കും, ചാർജറിന് കുഴപ്പമില്ല, ഗ്രിഡിൽ നിന്ന് ചാർജ് ആവുന്നില്ലല്ലോ. അങ്ങനെ ഇവിടുന്ന് വടകരയിൽ നിന്ന് കോഴിക്കോട് പോകാനുള്ള ചാർജ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ തലശ്ശേരിയാണ് ഇതിൻ്റെ ചെയ്തത്. തലശ്ശേരിയിൽ നിന്ന് കൊണ്ടുപോയി അവർ പറഞ്ഞു ഇതിൻ്റെ PCI എന്നൊരു ഇതുണ്ട്. ശരിക്കും അതിൻ്റെ ഒരു ബോർഡാണ്, അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതിന് ചേഞ്ച് ഞാൻ എത്ര കോസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ 8,000 സംതിങ് ആണ് അതിൻ്റെ കോസ്റ്റ് വന്നത്. അപ്പോൾ ഞാൻ പിന്നെ വേറെ ലക്ഷ്യമില്ലല്ലോ, ഇത് വണ്ടി ഓടണമെങ്കിൽ നമുക്ക് ആ സാധനം ചേഞ്ച് ചെയ്യാണ്ട് നടക്കത്തില്ല എന്നല്ലോ വരും. അപ്പം 8,500 രൂപയ്ക്ക് ഞാനന്ന് ഈ സാധനം ചേഞ്ച് ചെയ്തു. ഈ NCP എന്ന് പറയുന്ന ബോർഡ് എനിക്ക് തോന്നുന്നത് അത് ഇവിടെ ഇതിനുള്ളിലാണ് വരുന്നത്. ഇതിനുള്ളിൽ വരുന്നൊരു ബോർഡാണ് വരുന്നത്. ഇവിടെ വരുന്നൊരു ബോർഡാണല്ലേ? അപ്പം അത് ചേഞ്ച് ചെയ്തപ്പോൾ പിന്നെ ഞാൻ കുഴപ്പമില്ല, ആ ചാർജായി. വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും ഞാൻ ചാർജർ കൊണ്ട് ചാർജ് ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും ചാർജ് ആവുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ചാർജർ കൊണ്ടുവരാൻ എല്ലാം പറഞ്ഞു. ചാർജർ ഞാൻ കൊടുത്തത് പിന്നെ കോഴിക്കോടാണ്. ചാർജർ കൊടുത്ത് അവർ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞു ചാർജർ കേടായിട്ടുണ്ട്, ചാർജറിന് 14,000 രൂപ പുതിയ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 14 പിന്നെ നമ്മൾ ഈ 9 രൂപ ഏകദേശം ഇതിനായി. ഞാനത് വണ്ടി ടോ ചെയ്തൊക്കെയാണ് കൊണ്ടുപോയത്, കയറ്റിയിട്ടൊക്കെ. അപ്പോൾ 14, 9, 23 രൂപയായി. 23 പിന്നെ നമ്മുടെ ഈ ഇതൊക്കെ ഉണ്ടോ, ചിലവൊക്കെ ഉണ്ടാവില്ല, മെനക്കെട്ടൊക്കെ ഒരു 15,000 രൂപ ഇതിന് ചിലവാകും. ഓൾറെഡി എനിക്ക് 9 രൂപ ചിലവായി. ഇനി അത് ചാർജർ ഞാൻ മേടിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വടകരന്ന് ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുക, തിരിച്ച് വിടുന്ന് വീണ്ടും, എനിക്ക് ജോലി എവിടെയാണ്, വടകരയാണ്, വീണ്ടും വടകരന്ന് ചാർജ് ചെയ്യുക, ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ ഒരു വണ്ടിയുടെ മുകളിൽ നമ്മൾ ഒരു വാറണ്ടി കഴിഞ്ഞ വണ്ടിയാണ്, ഒരു 25,000 വീണ്ടും നമ്മളതിനുള്ള കയറ്റുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇതല്ല. ഇനി എത്ര വർഷം കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഇതിൻ്റെ ബാറ്ററി
കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ അവർ പറയുന്നത് ബാറ്ററി മാറ്റണമെന്ന് പറഞ്ഞാൽ ബാറ്ററിക്ക് എനിക്ക് ഒന്ന് അവരെ റേറ്റ് പ്രകാരം 50,000 രൂപ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു വണ്ടിയുടെ മുകളിൽ ഇത്രയും വീണ്ടും നമ്മൾ രണ്ടാമത് പൈസ ഈ ക്യാഷ് ഇത്രയും കയറ്റുമെന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു പെട്രോൾ വണ്ടിയാണെങ്കിൽ നമുക്ക് കുറഞ്ഞൊരു 15 വർഷം ഉപയോഗിക്കായിരുന്നു. ഇത് നിങ്ങൾ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയെന്നാണ് പറഞ്ഞത് ഇതുവരെ? ഇത് 45,000 കിലോമീറ്റർ. 45,000 അല്ലേ? അപ്പം നിങ്ങളൊരു പെട്രോൾ വണ്ടിയിലാണ് നിങ്ങൾ ഇത്രയും 45,000 കിലോമീറ്റർ ഓടിയതെങ്കിൽ എത്ര പെട്രോൾ അടിച്ചിട്ടുണ്ടാവും? എത്ര രൂപയുടെ? 1,00,000 രൂപയുടെ അതിന്റെ മുകളിൽ അടിക്കണം. അതേ സ്ഥാനത്ത് നിങ്ങൾ ഇതിൽ എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ടാവും ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട്? ഇതിലൊരു 12,000-13,000 രൂപ അത്രയും വേണ്ടി വരും. ഓക്കെ, നിങ്ങൾ ഏകദേശം കണക്ക് നോക്കിയിട്ടുണ്ട്? ഏകദേശം കണക്ക് നമ്മൾ അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ ഒരു യൂണിറ്റിന് വരുന്നത് 20 രൂപയ്ക്ക് ഒരു ചാർജിങ്ങിന് 3 യൂണിറ്റ് വരുന്നുള്ള അവർ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീട്ടിലത്തെ ഒരു കണക്ക് വെച്ചിട്ടാണ് പറഞ്ഞത്? അതെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോ ചെലവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ലാഭമല്ലേ? ലാഭമാണ്. പക്ഷേ ഈ സർവീസിന്റെ, ഈ വണ്ടിയുടെ സർവീസിന് ഭയങ്കര എക്സ്പെൻസ് ആണ്. ഓക്കെ, ഏതൊരു പാർട്സിനുണ്ടെങ്കിലും സർവീസ് കൂടുതലാണ്, കോസ്റ്റ് കൂടുതലാണ്. നിങ്ങളെ ബാറ്ററി ഒരു പ്രാവശ്യം മാറ്റി നിങ്ങൾ പറഞ്ഞില്ലേ? അതെ, ബാറ്ററി ഒരു തവണ മാറ്റിയതാണ്. ഒരു തവണ മാറ്റിയാണ്. എന്തേലും കംപ്ലൈന്റ് എന്തേലും? അത് റേഞ്ച് കുറഞ്ഞു പോകുന്നു. എത്ര റേഞ്ച് വരെ എത്തിയിട്ടുണ്ടായിരുന്നു? അത് പിന്നെ തുടക്കത്തിൽ നമുക്കില്ലേ ഒരു 50% ചാർജ് ഉണ്ടെങ്കിൽ സാധാ റേഞ്ച് കിട്ടും. 50% ആയാൽ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് ആണല്ലേ? നിങ്ങൾ വണ്ടി വാങ്ങിയപ്പോൾ എത്ര റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു? 80 ഫുൾ റേഞ്ച് കിട്ടുന്നുണ്ട്. 85 റേഞ്ച് അത് കിട്ടും. അത് കമ്പനി പറയുന്നത് എത്രയാ? കമ്പനി 85 ആണ് പറയുന്നത് ഈക്കോ മോഡില്. അത് നമ്മള് വണ്ടി ഓടിക്കുന്ന പോലെ ഇരിക്കും. നല്ല രീതിയിൽ ഓടിച്ചു പോവുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് ആ ഡ്രൈവിംഗിലാണ് അതിന് ചിലപ്പോൾ അത് 185 മുകളിലും കിട്ടും. അവരതാ പറയുന്നത് സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നുണ്ടല്ലോ, 100 സംതിങ് എത്രയാണ്. നമ്മളപ്പോൾ അത് നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഇതിനുള്ളിൽ 3 ആൾ കയറി 2 ആൾ കയറി പോവുകയാണെങ്കിൽ ആ റേഞ്ച് കുറയും. ഒരാൾക്കാണ് അവർ 85 പറയുന്നത്. നിങ്ങൾക്ക് എന്നിട്ട് അവസാനം റേഞ്ച് കുറഞ്ഞത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ? 2.5 വർഷം കഴിഞ്ഞപ്പോൾ. 2.5 വർഷം കഴിഞ്ഞപ്പോൾ കുറയാൻ തുടങ്ങി. ബാറ്ററിന്റെ കംപ്ലൈന്റ് ആയിരുന്നു? അതെ, ആ ബാറ്ററി മാറ്റി തന്നു. വാറണ്ടി പീരീഡിൽ തന്നെ തന്നു. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഞാൻ സർവീസിന് പോയപ്പോൾ അവർ ചോദിച്ചു എത്ര വണ്ടി ഓടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 45,000 എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഈ NPCIന് 30,000 താഴെ ആയിരുന്നെങ്കിൽ മാറ്റി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ പാർട്സിനൊന്നും അത്ര വാറണ്ടി ഇല്ല. നമ്മൾ 3 വർഷം ഇല്ല. നമ്മളെല്ലാവരും കരുത് എന്താണ് ഈ വണ്ടിക്കും ഇപ്പം പുതുതായിട്ട് വരുന്നതിന് 8 വർഷമാണല്ലോ വാറണ്ടി പറയുന്നത്. പക്ഷെ അത് 8 വർഷം വാറണ്ടി വരെ പറയുന്നത് ബാറ്ററിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാറ്ററി പലരുടെയും ധാരണ എന്താണ് മൊത്തം വണ്ടിക്ക് വാറണ്ടി ഉണ്ടാവുന്നതാണ്. അപ്പം പല പാർട്സിനും അതിന് അങ്ങനെ ഫുൾ വാറണ്ടി ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഇതുവരെയുള്ളൊരു അനുഭവത്തിൽ പറയുന്നത്. കാരണം അവർ പറഞ്ഞു 30,000 താഴെ ആയിരുന്നെങ്കിൽ സർവീസിന്റെ ഉള്ളിലായിരുന്നെങ്കിൽ നമുക്ക് മാറ്റായിരുന്നു പറഞ്ഞു. വാറണ്ടിക്കുള്ളിലായിരുന്നെങ്കിൽ ഈ NPCIന് മാറ്റായിരുന്നു പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിന് 30,000 വാറണ്ടി ഉള്ളൂ? അതിന് 30,000 വാറണ്ടി എന്ന് അവർ പറഞ്ഞത്. അതേപോലെ ചാർജറിന് 1 വർഷം വാറണ്ടി ഉള്ളൂ. ഇപ്പൊ എങ്ങനെ ഏത്തറിന്റെ പുറമേ നിന്ന് ചാർജ് ചെയ്യാനുള്ള റേറ്റ് ഒക്കെ എങ്ങനെയാ? ചാർജിങ് റേറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് 1 മിനിറ്റിന് 1 രൂപ വെച്ചാണ് അവർ മേടിക്കാൻ തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ചാർജ് ചെയ്തപ്പോൾ കറക്റ്റ് 10% ഉണ്ടായിരുന്നു. അത് 80% ആവാൻ വേണ്ടി 1 മണിക്കൂർ കറക്റ്റ് എടുത്തു. അത് എനിക്ക് 60 രൂപയാണ്. ഏകദേശം എനിക്ക് കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ 1 കിലോമീറ്ററിന് 1 രൂപ വെച്ചിട്ട് അവർ വാങ്ങുന്നുണ്ട്. 1 കിലോമീറ്ററിന് 1 രൂപ വെച്ച് നമുക്ക് ചിലവാകും. ഇലക്ട്രിക് വണ്ടിക്ക് ശരിക്കും അത് വളരെ കൂടുതലാണ്. അത് നമ്മൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുകയാണെങ്കിൽ 1 കിലോമീറ്ററിന് എത്ര 10-20 പൈസയൊക്കെ വരും. അത്രേ വരും. അപ്പോൾ ഇത് ഗ്രിഡിൻ്റെ ചാർജ് ഇതിൽ കുറയ്ക്കണം എന്നാണ് പറയുന്നത്. എനിക്കൊരു ഇത് പറയാനുള്ളത്. അതേപോലെ നിങ്ങൾ വണ്ടി ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുമോ? നീ മുമ്പൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നു പല ആൾക്കാർക്കും. മുമ്പ് എന്നല്ല, നമ്മൾ ആ ബാറ്ററി ചേഞ്ച് ആവുന്നതിന് മുമ്പേ ഞാൻ എല്ലാവരോടും പറയായിരുന്നു നല്ല വണ്ടിയാണ്, നല്ല പവറാണ്, നല്ല പുള്ളിങ് ഒക്കെയാണ് വണ്ടിക്ക്, നല്ല സ്പീഡുമാണ്, സ്റ്റേബിളാണ്, നല്ല വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ് ഒക്കെ എല്ലാവരും അത് ഉള്ള സംഭവം തന്നെയാണ്. ഓക്കെ, പക്ഷേ അതിനുശേഷം ഞാൻ നാട്ടിലെല്ലാവരോടും സജസ്റ്റ് ചെയ്താണ് ഈ വണ്ടി എടുത്തോളൂ എന്നുള്ളത്. പക്ഷേ ഇത് എനിക്കിട്ട് തന്നെ പണി കിട്ടിയ പിന്നെ എനിക്കിപ്പോൾ 25,000 പണിയാണ് കിട്ടാൻ പോകുന്നത്. 25,000. അപ്പോൾ നമ്മൾ ആരെയും ഇതിൽ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം നാളെ ഇപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളാണ് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത് പറയുമല്ലോ. അത്രയും എക്സ്പെൻസ് ആയതുകൊണ്ടാണ്. അതാണ്, വേറെ ഒന്നുമില്ല. ഈ സർവീസ് എക്സ്പെൻസ് തന്നെ. നമ്മളിപ്പോൾ 3 വർഷം കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് ഓക്കെ എനിക്കതിൽ ഒന്നുകൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ ഇന്ത്യയിൽ നമ്മൾ ഏതൊരു ചെറിയൊരു മൊബൈൽ വരെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാവുന്ന കാലത്താണെന്ന് അവർ പറയുന്നത്. ഒരു ചാർജർ റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല പറയുന്നത്.
അവർ ചെയ്യേണ്ടത് 1-2 ആഴ്ച എടുത്തോട്ടെ. അവർ ആ കമ്പനിയിൽ ചാർജർ അയച്ചിട്ട് ആ ചാർജർ റിപ്പയർ ചെയ്തിട്ട് എനിക്ക് തിരിച്ചു തന്നാൽ മതി. അതെന്തെങ്കിലും അതിൻ്റെ ചെറിയൊരു കോസ്റ്റ് അവർ മേടിച്ചോട്ടെ. പക്ഷെ നമ്മൾക്ക് ഈ 14,000 രൂപ തന്നെ പുതിയ ചാർജർ തന്നെ വേണമെന്നുള്ള അവർ പറയുന്നത്, അത് ആണ് എനിക്ക് പിടിക്കാത്തത്. അപ്പം അത് അവർ തന്നെ റിപ്പയർ ചെയ്ത് തരണം എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. നിലവിൽ ഞാനിപ്പോൾ പെട്ടെന്നൊന്നും അത് എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ചാർജർ. അവരെന്താ ചെയ്യും നോക്കാം. ഞാൻ അവർക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ സർവീസ് സെൻ്ററിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് നിങ്ങൾ വണ്ടി എടുത്തത്? ഞാൻ വണ്ടി എടുത്ത് കോഴിക്കോട് ക്രക്സ് മൊബിലിറ്റി ഇല്ല, അവിടെ നിന്ന് എടുത്താണ്. കോഴിക്കോട് ക്രിസ്ത്യൻകുളവിൻ്റെ അടുത്ത്? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അതേപോലെ ഇതിൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇതുവരെ വണ്ടിയിൽ? വണ്ടിയിൽ ഞാൻ ചെയ്തത് മെയിനായിട്ട് ഇതിൻ്റെ ഇപ്പോൾ ഒന്ന് ബെൽറ്റ് മാറ്റിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ റണ്ണിങ് ഇതാണ്, ഈ പാഡ് മാറ്റിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഈ ബെൽറ്റിന് എത്ര കാലാവധി കിട്ടിയിട്ടുണ്ടായിരുന്നു? ബെൽറ്റ് ഏകദേശം ഒരു 35 വരെ കിട്ടിയിട്ടുണ്ട്. 35,000 വരെ കിട്ടി ബെൽറ്റ്. ഓക്കെ. അതിനുശേഷം മാറ്റി? അത് നല്ല കിട്ടലാണ്. ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, സർവീസ് സെന്ററിൽ ബെൽറ്റൊക്കെ പൊട്ടി കിടക്കുന്ന കണ്ടിട്ടുണ്ട്, പുതിയ വണ്ടിയുടെ അല്ല. ഇത് നല്ല കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് മാറ്റിയത് ഇതാണ്, ഏത് നമ്മുടെ ഈ ഇതിനുള്ളിൽ പിസ്റ്റണൊക്കെ ഉണ്ടാവുമല്ലോ, ലിവറിന്റെ അത് ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആയപ്പോൾ അത് മാറ്റി. പക്ഷെ അത് നമ്മൾ പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും കമ്പനിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിലത്തെ ഈ റിങ്സ് മാത്രമേ മാറ്റൂ, റബ്ബർ റിങ്സ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതിൽ അവരെ ഫുൾ റീപ്ലേസ്മെന്റ് ആണ്, മൊത്തം റീപ്ലേസ്മെന്റ്. ഇത് അപ്പം നല്ല പൈസയും 13,000 രൂപ അതിനായി, 3,500ഓളം റേറ്റ് അതിനായിട്ടുണ്ട്, അതിന് മാത്രം. ഓക്കെ. അത് ശരിക്കും ഫുള്ള് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്? ആവശ്യമില്ല. അതാണ് ഇതിന്റെ കോസ്റ്റ് കൂടാതാണല്ലോ കാരണം, സർവീസ് കോസ്റ്റ് കൂടാനുള്ള. അവരത് റിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ ജസ്റ്റ് ഒരു റബ്ബർ റിങ്സ് ആണ് ഉണ്ടാവും, അത് റിപ്പയർ ചെയ്തേണ്ട ആവശ്യമുള്ളൂ. അവരത് ഫുള്ളായിട്ട് മാറ്റി. ഏത്തർ ഞാൻ പണ്ട് മുതലേ റെക്കമെൻഡ് ചെയ്യുന്ന വണ്ടിയാണ്. ഇപ്പോഴും ഞാൻ ഏത്തർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഏത്തർ വാങ്ങിക്കാൻ പോകുന്നവരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, വണ്ടിക്കുള്ളത് പോലെ തന്നെ സ്പെയർ പാർട്സും സർവീസ് കോസ്റ്റും എല്ലാം വളരെ എക്സ്പെൻസീവ് ആണ് ഏത്തറിന്. ഈ ബാറ്ററിക്ക് ഒഴികെ ബാക്കി എല്ലാത്തിനും 30,000 കിലോമീറ്റർ മാത്രമാണ് വാറണ്ടി. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ. ഈ പറഞ്ഞ വാറണ്ടിയുടെ കാര്യങ്ങൾ ഏത്തറിന് മാത്രമല്ല കേട്ടോ, എല്ലാ കമ്പനിയുടെ വണ്ടികൾക്കും ഇത് ബാധകമാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത്തറിൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഈ വാറണ്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പം ഏത്തർ നമുക്ക് തലവേദനയാവുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കട്ടെ. ശരി, നല്ല കാണാം. താങ്ക് യു.